പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അടിയനർപ്പിച്ച കൃപാന്റെ ബലത്തിൽ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാണ്. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ചില സമയത്ത് നമ്മുടെ ജീവിതത്തില് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ വരും. അതിന്റെ കാരണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടവും നമ്മുടെ താല്പര്യവും ഈ ചിലപ്പോൾ വാളും പരിചയം പോലെ പരസ്പരം വിരുദ്ധമായിരിക്കും. വാള് വെട്ടാനും പരിചയം തടയാനുമാണല്ലേ. അത് ഒരുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള വിരുദ്ധമായ ആശയങ്ങൾ, ദൈവത്തിൻ്റെ മനസ്സൊന്ന്, നമ്മൾ നേരെ എതിരാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ? അത് ഞാനെന്താ പറയാൻ കാര്യം അറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ താബോർ മല കണ്ടില്ലേ? താബോർ മല കണ്ടപ്പോൾ താബോർ മല എന്താ സംഭവിക്കണത് നമ്മൾ കണ്ടതാ. എന്നാൽ ഞാൻ ജസ്റ്റ് ഓർപ്പിക്കുക. കർത്താവ് താബോർ മലയിൽ വന്നപ്പോൾ യാക്കോബ് യോഹന്നാൻ 10 ദിവസം കൂട്ടിക്കൊണ്ട് മോളിൽ പോയി. കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ അവൻ രൂപാന്തരപ്പെട്ടു. ദൈവിക രൂപം, യഥാർത്ഥ ദൈവിക രൂപം അപ്പോസ്തലന്മാർ കണ്ടു. അപ്പോസ്തലന്മാർ പറഞ്ഞെന്താണ്? അവർ പരിഭ്രമിച്ചു പോയി, വിസ്മയിച്ചു പോയി. പറഞ്ഞു, ഞങ്ങള് 17:4 പത്രോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങളിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്. എന്ത് പറയാനാണിത്? കാര്യം എന്താ പ്രശ്നം? ഇതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല. സ്വന്തം കൂടാരം തന്നെ
ഭൂമിയെ കൂടാരം പൊളിക്കാനാണ് മുകളിൽ നിന്ന് ഓർഡർ വന്നിരിക്കുന്നത്. അത് ഇവർക്ക് അറിയത്തില്ലല്ലേ. കർത്താവിന്റെ ഭൂമിയിലെ കൂടാരം പൊളിച്ചു നീക്കപ്പെടാൻ പോവുകയാണ്. അതിന്റെ ഓർഡറാണ് മുകളിൽ നിന്ന് വന്നിരിക്കുന്നത്. മോശെ ഏലിയായി അവനോട് പറഞ്ഞു, കൂടാരം പൊളിക്കാൻ സമയം കേട്ടാന്ന് പറഞ്ഞു. അതറിയണമെങ്കിലേ നിങ്ങൾ ആ 9:30 വായിക്കണം. ഈ താബോറിന്റെ സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ലൂക്കാത് കാര്യം പറയുന്നുണ്ട്. 9:30-31 വായിച്ചു ലൂക്കാട് സുവിശേഷം. അപ്പോൾ രണ്ടുപേർ മോശയും ഏലിയായും അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ മഹത്വത്തോടെ കാണപ്പെട്ടു. എന്താണ് സംസാരിച്ചത് നോക്കിയേ? അവർ മഹത്വത്തോടെ കാണിക്കപ്പെട്ട അടുത്തു തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവന്റെ കടന്നുപോകലിനെ കുറിച്ചാണ്, അവന്റെ മരണത്തെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പൊ മനസ്സിലായില്ലേ? അവന്റെ കൂടാരം ഭൂമിയിൽ നിന്ന് പൊളിച്ചു മാറ്റപ്പെടുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത്. അവന്റെ മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് ബൈബിൾ ഉപയോഗിക്കുന്ന വാക്കാണ് കൂടാരം എന്ന്. കാര്യം അവരുടെ ജീവിതമായിരുന്നല്ല. അതിന്റെ പശ്ചാത്തലത്തില് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ കൂടാരം പൊളിക്കുന്നു എന്നുള്ള സ്വയം അറിയണമെങ്കിലേ ഈ ഐസയ്യാ 38:12 വായിച്ച്. ആട്ടിടയന്റെ കൂടാരം പോലെ എന്റെ ഭവനം എന്നിൽ നിന്ന് പറിച്ചു മാറ്റിയിരിക്കുന്നു. ഈശോയുടെ ഭവനം, ഈശോയുടെ ഭൂമിയിലെ ജീവിതം പറിച്ചു മാറ്റുന്നു. നെയ്ത്തുകാരനെ പോലെ എന്റെ ജീവിതം ഞാൻ ചുരുട്ടിയിരിക്കുന്നു. എല്ലാം അവസാനിപ്പിക്കുന്നു. നെയ്ത്ത് അവസാനിപ്പിച്ച് ചുരുട്ടുകയാണ്. തറയിൽ നിന്ന് അവിടുന്ന് എന്നെ മുറിച്ചു നീക്കി. പകലും രാത്രിയും മുറിച്ചു നീക്കി. എന്നുവെച്ചാൽ വിഷയം എന്ന് വെച്ചാല് ആ ഒരു മാനസികാവസ്ഥയിലാണ് ഈശോ ഇറങ്ങി വരണത്. ഈശോ താബോറിലുള്ളത്. ഈശോയുടെ കൂടാരം തന്നെ ഈശോയ്ക്ക് പിതാവിന്റെ പക്കലേക്ക് പോകാൻ സമയമായി. കർത്താവിന്റെ ഭൂമിയിലെ കൂടാരം പൊളിച്ചു മാറ്റപ്പെടുകയും പാവ് വിച്ഛേദിക്കപ്പെടുകയും ചെയ്യുന്നു. ആ സമയത്താണ് ഇവിടെ കുറെ അണ്ണന്മാർ പറയണത് ഞങ്ങൾ 3 കൂടാരം ഇവിടെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ മനുഷ്യന്റെ ആഗ്രഹവും ദൈവിക നിയോഗവും തമ്മിൽ ശരിക്കും അങ്ങ് കയറി കടിക്കുന്നുണ്ട്. നടക്കത്തില്ല, വിരുദ്ധമായിപ്പോയി. അങ്ങനെ വിരുദ്ധമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ദൈവത്തിൻ്റെ ഇഷ്ടം ഒന്ന്, നമ്മളുടെ ഇഷ്ടം വേറെ ഒന്ന്. അങ്ങനെ എപ്പോഴും സംഭവിക്കും. ഞാൻ ഇന്നലെ ഒരു മരിപ്പിന് പോയി. 41 വയസ്സേ ഉള്ളു. പണ്ട് അവൻ്റെ കുഞ്ഞുനാളിലൊക്കെ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നായിരുന്നു. പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു. അവൻ്റെ അപ്പനാണെങ്കിൽ അവിടെ നിന്നിട്ട് അവൻ്റെ അപ്പനാണ് ഭയങ്കര സങ്കടം. അദ്ദേഹം ഇങ്ങനെ ദുഃഖം കടിച്ച് അമർത്താൻ പറ്റാതെ ഇങ്ങനെ ആംഗ്യമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, ചൂണ്ടിക്കാണിക്കണത്. എന്ത് പറ്റി? തന്നെത്താൻ തന്നെ ചോദിക്കണേ. വല്ലാത്തൊരു സീനായിപ്പോയി. ഞാൻ പിന്നെ അദ്ദേഹത്തെ പോയി സാന്ത്വനപ്പെടുത്തി. എന്നാലും അദ്ദേഹത്തിന് വയസ്സുണ്ട്. ഈ 40 വയസ്സിലെ മകൻ്റെ മരണം എങ്ങനെ സഹിക്കാം? അപ്പം ദൈവഹിതം ഒന്ന് വരുമ്പോൾ നമ്മുടെ ഇഷ്ടം വേറെ ആയിട്ട് തമ്മിലും ഒക്കെ പൊരുത്തപ്പെടുത്തില്ല. അപ്പം അങ്ങനെ പൊരുത്തപ്പെടാതെ ജീവിതത്തിൽ വരും. അങ്ങനെ പൊരുത്തപ്പെടാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് ഈശോയ്ക്ക് സംഭവിച്ചാൽ അത് തന്നെയാണ്. പിതാവിൻ്റെ ഇഷ്ടം ഒന്ന്, ഈശോയുടെ ഇഷ്ടം ഒന്ന്. സാധ്യമെങ്കിൽ പാനപാത്രം എന്നെ കടന്നു പോട്ടെന്ന് ഈശോ പ്രാർത്ഥിക്കണില്ല. ജീവിതത്തിൽ മൊത്തം ഇതുണ്ട്. ഈ പാരഡോക്സ് ഉണ്ട്. ദൈവകൽപ്പന ഒന്ന്, ദൈവത്തെ ഇഷ്ടം ഒന്ന്, നമ്മുടെ ഇഷ്ടം നേരെ മറ്റൊന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അവൻ എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ഉടനെ നിത്യപിതാവിൻ്റെ സ്വരമുണ്ട്. എന്താണ് ഈ അപ്പം പറയണത്? 17:5. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടായി. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ. അതാണ് വിഷയം. ഇങ്ങനെ അസന്നിഗ്ധമായ കഷ്ടം, ദൈവഹിതം ഒന്ന്, മനുഷ്യന്റെ ആഗ്രഹം വേറെ ഒന്ന് തമ്മിൽ കൂട്ടുമുട്ടുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള തിരഞ്ഞെടുപ്പ് എന്താണ്? കർത്താവിൻ്റെ വചനം എന്താണ് അതിനെക്കുറിച്ച് പറയണത്? അതിനനുസരിക്കണം. അതാണ് ഒരു വിശ്വാസ തിരഞ്ഞെടുപ്പ്. ഇവനെ ശ്രവിക്കുവിൻ. ഈ വാക്ക് നേരത്തെ നമ്മൾ കേട്ടതല്ലേ? എവിടെ കേട്ട്? കർത്താവിനെ ന്യായസ്ഥാനപ്പെടുത്തുമ്പോൾ പിതാവ് വന്ന് സംസാരിച്ച് ഇതേ വാക്ക് സംസാരിച്ചു. ദിസ് ഈസ് മൈ ബിലവഡ് സൺ ഇൻ ഹൂം ഐ ആം വെൽ പ്ലീസ്ഡ്
എന്നല്ല പറഞ്ഞത്. പക്ഷെ ഇപ്പം എന്താ പറയണത്? ഇപ്പം പ്ലീസിങ് ഒന്നും അല്ല പറയണത്. ഇപ്പം എന്താ പറയണത്? ഞാൻ പ്രസാദിച്ചെന്നല്ല പറയണത്, നിങ്ങൾ അവനെ ശ്രമിക്കണമെന്ന്. ഈ അസന്നിഗ്ധമായ ഘട്ടത്തിൽ എൻ്റെ ഇഷ്ടത്തിനെതിരെ നിങ്ങളുടെ ഇഷ്ടം വരുമ്പോൾ നിങ്ങൾക്ക് മുമ്പിലുള്ള തിരഞ്ഞെടുപ്പ് എന്താണ്? ഈശോയെ ശ്രമിക്കണതാണ്. ഈശോ പറഞ്ഞ ആ മേഖലയിൽ ഈശോയുടെ വചനം എന്താണ്? അപ്പം നമ്മൾ സിമ്പിളല്ലേ? വിശ്വാസിയുടെ വെളിച്ചമാണ് വചനം എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിരുദ്ധമായ ദൈവിക ഇഷ്ടം വന്നാൽ, നമ്മുടെ ഇഷ്ടത്തിനെതിരെ ഒരു ദൈവ ഇഷ്ടമായിട്ട് വേറെ ഒരു നിയോഗം വന്നാൽ, പിന്നെ നമ്മുടെ മുമ്പിലുള്ള തിരഞ്ഞെടുപ്പ് എന്താ? നമ്മുടെ ഇഷ്ടമല്ല, കർത്താവിൻ്റെ വചനമാണ് പാലിക്കേണ്ടത്. അങ്ങനെ പാലിക്കാൻ നിങ്ങൾക്ക് ദൈവം അനുഗ്രഹം തരട്ടെ. പിതാവിന്റെയും പുത്രന്റെയും വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വലിയൊരു അത്ഭുതം, ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ, എൻ്റെ കൂടെ ജോലി ചെയ്ത ഒരു സുഹൃത്തിൻ്റെ വൈഫിൻ്റെ ഒരു ബന്ധു, ഒരു കുട്ടി കൊറോണ കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഫുട്ബോൾ കളിക്കാനായിട്ട് പോയി. അവിടെ വെച്ചിട്ട് ആ കുട്ടി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണു. മറ്റു കുട്ടികൾ വിചാരിച്ചു തളർന്നിട്ട് വീണതാവുമെന്ന് വിചാരിച്ചു. പക്ഷെ ആ കുട്ടിയുടെ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു പോയി എന്ന് പിന്നീടാണ് എല്ലാവർക്കും മനസ്സിലാക്കിയാൻ പറ്റിയത്. അവിടെ നിന്ന് അവർ പൊക്കിക്കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് എറണാകുളത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ വെന്റിലേറ്ററിലിട്ടു. പക്ഷേ അവരുടെ അപ്പച്ചൻ പറഞ്ഞു വെന്റിലേറ്റർ ഓഫ് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അത്രയും വാശി പിടിച്ചിട്ട് ആ അപ്പച്ചൻ നിന്നു. സഞ്ജു എന്നോട് വിവരം പറഞ്ഞു. അപ്പം ഞാൻ നമ്മുടെ തൈലം ഞാനൊരു ചെറിയ കുപ്പിയിലാക്കിയിട്ട് സഞ്ജുവിന് കൊടുത്തിട്ട് പറഞ്ഞു അവരുടെ അമ്മച്ചിക്ക് കൊടുക്ക്. അപ്പോൾ തൃശ്ശൂർക്ക് ആ കൊച്ചിനെ മാറ്റിയിട്ടുണ്ടായിരുന്നു വെന്റിലേറ്ററിൽ മെഡിക്കൽ കോളേജിലേക്ക്. ഞാൻ പറഞ്ഞു വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് തൈലം തേച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ അമ്മച്ചി അവിടെ പോയി കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞാൻ ഓരോ ദിവസമൊക്കെ വിളിക്കാറുണ്ട്. തൈലം തേച്ച് വഴിക്ക് ആ കുട്ടിക്ക് കിടക്കേ കിടന്ന് പെടഞ്ഞു എന്നാണ് പറയണേ. ആ ഡോക്ടർ അതിശയപ്പെട്ടു എന്ന് പറയുന്നു. കൊച്ചിന് തൈലം തേച്ചോടനെ കണ്ണൊക്കെ തുറന്നാകെ അങ്ങനെ അവസാനം അവർ കൈയൊക്കെ കെട്ടിയിടേണ്ട അവസ്ഥയിലേക്ക് വന്നു. പക്ഷേ ആ കുട്ടീനെ ഇപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ സഞ്ജുവിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു വെന്റിലേറ്ററിൻ്റെ ഓക്സിജൻ്റെ ആ മാസ്ക് എടുക്കുകയാണ്. അവർ കൊച്ചിൻ്റെ മാസ്ക് എടുക്കുകയാണ്. കൊച്ച് ഐസിയുവിൽ തന്നെയാണ്. പക്ഷേ ആ കൊച്ച് അൻവി തിരിച്ച് ജീവിതത്തിലേക്ക് വരികയാണ്. അപ്പം ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ഏറ്റവും ഫസ്റ്റ് പറയേണ്ടത് അതായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്, എന്നോട് ക്ഷമിക്കണം. ആ കുട്ടിയുടെ അത്ഭുതമാണ് ഇതിൽ ഏറ്റവും വലിയ, അൻവിനെ തിരിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാനും എൻ്റെ കുടുംബവും കൃപാസന മാതാവിന് ഞാൻ മരണം വരെ ഞങ്ങൾ ഈ മാതാവിൻ്റെ കൃപയിലായിരിക്കും ഇനി ജീവിക്കാമെന്ന് ഞാൻ പറയുന്നു. എൻ്റെ പേര് മറിയാമ്മ മാർട്ടിൻ. ഞാൻ അർത്തിങ്കൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ഞാൻ കെട്ടി വന്നിട്ട് 22 വർഷമായി. അവർ 10 മക്കളാണ്.
5 ആണും 5 പെണ്ണും. പെണ്ണുങ്ങളിൽ 4 പേരെ കെട്ടിച്ചു. മൂത്ത ആൾ ഞങ്ങളുടെ കൂടെ ആയിരുന്നു. പിന്നെ 4 ചേട്ടന്മാർ മാറി താമസിച്ചു. ഒരാൾ ഞങ്ങളുടെ 10 സെൻറ്റ് സ്ഥലത്തിൽ 3 സെൻറ്റ് സ്ഥലത്ത് ഷെഡ് വെച്ചു. അപ്പോൾ അവിടെ മൂത്ത പെങ്ങൾ ഭയങ്കര പ്രശ്നത്തിലേക്ക് ആയിരുന്നു. പുള്ളി ഒന്നും സമ്മതിക്കില്ലായിരുന്നു. അങ്ങനെ ആർക്കും കൊടുക്കാണ്ടൊക്കെ ഇരുന്നു. അവസാനം അവർ വേറെ സ്ഥലം മേടിച്ചു. ചേട്ടനൊക്കെ 3 സെൻറ്റ് സ്ഥലം വേറെ മേടിച്ചു. അവിടെ സ്ഥലം വീട് വെക്കാനായിട്ട് എല്ലാ അപേക്ഷകളും കൊടുത്ത് അതിന് സാങ്ഷൻ വന്നപ്പം തോടുമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം അവിടെ വെക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവർ നിരാശപ്പെട്ടു. അപ്പോൾ അവർ പഞ്ചായത്തിൽ നിന്ന് ആൾ വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് 10 സെൻറ്റ് സ്ഥലത്തിൽ നിന്നും 3 സെൻറ്റ് സ്ഥലം അളന്ന് കിട്ടിയാൽ അവിടെ ഷെഡ് വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടത്തി വന്ന് എല്ലാ പെങ്ങാന്മാരുടെടുത്തും ചേട്ടന്മാരുടെടുത്തും നടന്ന് പറഞ്ഞു. അതിന് മുമ്പ് ഞാനിവിടെ ഉടമ്പടിയിൽ വെച്ചിരുന്നു. ഉടമ്പടിയിലല്ല, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു ആരാധന നടക്കുന്ന സമയത്ത്. അതായത് 2019 ഞാൻ ഉടമ്പടി ആദ്യം എടുത്തത്. അത് കഴിഞ്ഞാണ് ഞാൻ വീടിന് വേണ്ടി ഞാൻ വെക്കുമായിരുന്നു. എനിക്കൊരു വീട് പേരിൽ എഴുതി കിട്ടാൻ വേണ്ടി ഞാൻ പറയുമായിരുന്നു. മാതാവിനോട് ഞാൻ പറഞ്ഞു, 1 വർഷമാകുമ്പോഴും ഈ ഫെബ്രുവരി 28 വരെ എനിക്കൊരു വർഷമാകും. അതിനുള്ളിൽ എനിക്ക് 25 എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ 26 ദിവസം ഉണ്ടെങ്കിൽ എനിക്കിതിനൊരു മറുപടി തരണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി 25 ആയപ്പം ചേർത്ത് വന്നിട്ടും പറഞ്ഞു, ഞങ്ങളുടെ വീടിൻ്റെ സാങ്ഷൻ പോയി, പിന്നെ 10 സെൻറ്റ് സ്ഥലത്ത് ഞങ്ങൾക്ക് വെക്കാമെന്ന് അനുവാദം കിട്ടു. ദൈവമാതാവിൻ്റെ അനുഗ്രഹം അതുമൂലം ചേർത്ത് തന്നെ എല്ലാം ചെയ്തു. ഞങ്ങളൊന്നും അറിഞ്ഞില്ല. ഞങ്ങൾക്ക് എല്ലാം ശരിയായി തന്നു. ഞങ്ങളും പൈസ കൊടുത്തു. അവർക്ക് 3 സെൻറ്റ് സ്ഥലവും കൊടുത്തി. ഞങ്ങൾക്ക് 7 സെൻറ്റ് സ്ഥലവും കിട്ടി. അതിനിടയ്ക്ക് ഇവിടെ സാക്ഷ്യം വരാൻ വന്നപ്പോൾ ഇവിടെ ഇങ്ങോട്ട് കയറാൻ പറ്റില്ല, കോവിഡായിപ്പോയി. പിന്നെ ഇടയ്ക്ക് ഞാൻ വന്നു, ഇവിടെ ഒന്ന് പുതുക്കി. അപ്പോൾ സാക്ഷ്യം എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു, വൈകിപ്പോയി. പിന്നെ വന്നപ്പോഴത്തേക്ക് ഇവിടെ കോവിഡായപ്പോൾ അടച്ചിട്ടിരുന്നു. അങ്ങനെ ഞാൻ പോയി. പെങ്ങൾ മരിച്ചു. പെങ്ങൾ മരിച്ച് 1 വർഷമായില്ല. നമ്മുടെ അലക്സാണ്ടർ അച്ഛൻ അർത്തിങ്കലിരിക്കുമ്പോഴാണ് പെങ്ങൾക്ക് ഒടുക്കലത്തെ പ്രശ്മ കൊടുത്തു. പിറ്റേ ദിവസം മരിക്കുകയും ചെയ്തു. അതുകൊണ്ട് എല്ലാ കാര്യവും ഭംഗിയായിട്ട് നടത്തി തന്നു. അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനക്കോടി നന്ദി. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ പായിപ്പാട് ചങ്ങനാശ്ശേരിയിൽ നിന്നും വരുന്നു. എൻ്റെ പേര് നീന, ഹസ്ബൻഡിൻ്റെ പേര് ബിനോയ്. 10 വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ആദ്യത്തെ വർഷം ഞങ്ങൾ 2 പ്രാവശ്യം പ്രഗ്നൻ്റായി അബോർഷനായിപ്പോയി. പിന്നീട് 8 വർഷക്കാലം ഞങ്ങൾ ഒരുപാട് ചികിത്സ ചെയ്തു. പല ആശുപത്രികളിൽ കയറി ഇറങ്ങി. പക്ഷേ ഞങ്ങൾക്ക് കുഞ്ഞിനെ ലഭിച്ചില്ല. അവസാനം ഞങ്ങൾ 2020 ഞങ്ങളൊരു തീരുമാനമെടുത്തു, ഇനി ഞങ്ങൾ പൈസ ചികിത്സയ്ക്ക് വേണ്ടി ഇനി 1 രൂപ കളയത്തില്ല. അമ്മ മാതാവ് ഞങ്ങൾക്ക് തരുവാണെങ്കിൽ തന്നാൽ മതി കുഞ്ഞിനെ. അങ്ങനെ ഞങ്ങൾ തീരുമാനമെടുത്തു. 2020 ഫെബ്രുവരി മാസത്തിൽ ഞങ്ങളിവിടെ വരികയും എൻ്റെ അമ്മയായിട്ട് ഞങ്ങളിവിടെ വരികയും അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ സൗദി അറേബ്യയിലേക്ക് തിരിച്ചുപോയി. ഞങ്ങൾ നിരന്തരം മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുകയും അവിടെ വെച്ച് ഞാൻ ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം 2021 മാർച്ചിൽ ഞാൻ പ്രഗ്നൻ്റ് ആവുന്നതിന് ഒരാഴ്ച മുൻപ് എനിക്ക് UTI ആയി, ഇൻഫെക്ഷനായിട്ട് 10 ദിവസം ഞാൻ ആൻറ്റിബയോട്ടിക് എടുക്കുകയും 5 ദിവസം അഡ്മിറ്റ് ആയിക്കൊണ്ട് IV ആൻറ്റിബയോട്ടിക് എടുക്കുകയും ചെയ്തു. അവിടുന്ന് ഡിസ്ചാർജായി വീട്ടിൽ വന്നതിന് ശേഷം ആണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത് അബോർഷനായി പോകേണ്ടതാണ്. പിന്നീട് 3 മാസത്തിന് ശേഷം പിന്നെയും ബ്ലീഡിങ് ആയി. ഞാൻ പിന്നെ അഡ്മിറ്റായി. ഡോക്ടർ അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു ചാൻസും ഇല്ല കുഞ്ഞിന്, കാരണം ആഹാരം കിട്ടേണ്ട ഒന്നും തന്നെ, കാരണം അത് ബ്ലീഡിങ് ആയിട്ട് ബ്ലോക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആശുപത്രിയിൽ കിടന്നുകൊണ്ട് ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിച്ചു. എൻ്റെ വയറ്റത്ത് തൈലം പുരട്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ എണ്ണ പുരട്ടി പ്രാർത്ഥിച്ചു. അമ്മ മാതാവേ, ഞങ്ങൾക്ക് കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായി പിറ്റേ ദിവസം ഡോക്ടർ സ്കാൻ ചെയ്യുകയും ഒരു കുഴപ്പവുമില്ല എന്ന് ഞങ്ങളോട് പറയുകയും ചെയ്തു.
പിന്നീട് ഞങ്ങൾക്ക് ഡിസംബറിൽ ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ നൽകി, അമ്മ മാതാവ് നൽകി അനുഗ്രഹിച്ചു. ഒരു കുഴപ്പവും കൂടാതെ ഒരു ആൺകുഞ്ഞിനെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു. അമ്മ മാതാവേ സ്തോത്രം, നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ഗ്രേസി ആൻ്റണി. ഞാൻ തുറവൂരിൽ നിന്ന് വരുന്നു. എനിക്ക് എൻ്റെ അപ്പൻ്റെ പേരിൽ 75 സെൻറ്റ് നിലം ഉണ്ടായിരുന്നു. അത് 30 വർഷത്തോളമായി കിട്ടാതെ, അതിൻ്റെ പട്ടയം കിട്ടാതെ ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ കയറി ഇറങ്ങി ഒരുപാട് കഷ്ടപ്പെട്ട് വേദന സഹിച്ച് നടക്കുകയായിരുന്നു. ഞങ്ങളുടെ അടുത്തുള്ള 7 സെൻറ്റ് സ്ഥലം ഒരു വ്യക്തി എടുക്കുകയും അങ്ങേരെ ഈ പട്ടയമില്ലാതെ കിടന്ന ഈ നിലം പുള്ളി വാങ്ങുകയും ചെയ്തു. ഞങ്ങൾക്ക് പട്ടയം കിട്ടുമ്പോൾ തന്നാൽ മതിയെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ എടുക്കുകയും ഞാൻ എടുത്തിരിക്കുകയായിരുന്നു. ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞ 19 പട്ടയത്തിന് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 20 ജൂൺ മാസത്തിൽ എനിക്ക് പട്ടയം കിട്ടുകയും ആ പട്ടയം ഞാൻ ആ വ്യക്തിക്ക് കൊടുത്ത് എൻ്റെ കാര്യങ്ങൾ നീക്കുകയും ചെയ്തു. ഈ അനുഗ്രഹത്തിന് ഈശോയോടും അമ്മയോടും തിരുക്കുമാനോടും കോടാനുകോടി നന്ദി പറയുന്നു. കൂടാതെ എൻ്റെ മകന് ഒരു ജോലി ലഭിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ കുടുംബത്തിൽ തന്ന നിരവധിയായ നന്മകൾ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്നു. എൻ്റെ പേര് അഞ്ജലി. ഞാൻ ചേർത്തലയിൽ നിന്നാണ് വരുന്നത്. 2018 ഉടമ്പടി എടുത്തത് ഞാൻ പഠിക്കുമ്പോഴത്തേക്കിനും സെക്കൻഡ് ഇയർ ഫെയിലായിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് എക്സാം പാസ്സാകാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നീട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. എക്സാമൊക്കെ നല്ല ടഫായിരുന്നു. അപ്പോൾ പാസ്സാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷേ മാതാവ് എന്നെ പാസ്സാക്കി. പിന്നെ വേറൊരു കാര്യം, ചേട്ടന് ജോലി ഇല്ലാഞ്ഞിട്ട് 4 വർഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോഴത്തേക്കിനും ചേട്ടനും നല്ലൊരു ജോലി കിട്ടി. പിന്നെ കുറച്ച് നാളെ എവിടെയാണ് ജോലി കിട്ടിയത്? റെയിൽവേയിൽ ജോലി കിട്ടി. പിന്നെ കുറച്ച് നാളായിട്ട് എനിക്ക് വിറവലുണ്ടായിരുന്നു കൈക്ക്. അപ്പോൾ അതൊക്കെ നല്ലപോലെ മാതാവ് എന്നെ സുഖപ്പെടുത്തി തന്നു. തൈലം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മാതാവ് എന്നെ സുഖപ്പെടുത്തി. ഇതിനൊക്കെ മാതാവിനോടും ഈശോനോടും ഒത്തിരി നന്ദിയുണ്ട്. എൻ്റെ പേര് ഉഷ. ഞാൻ അമ്പലപ്പുഴയിൽ നിന്നും വരുന്നു. 2019 മാർച്ച് മാസത്തിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി സ്വീകരിച്ചു. എൻ്റെ മകളുടെ 2ാമത്തെ പ്രസവത്തിന് 5ാം മാസത്തിലെ സ്കാനിങ്ങിൽ അമൃത ഹോസ്പിറ്റലിലായിരുന്നു ഞങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത്. സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ തലയ്ക്കൊരു വെള്ളക്കെട്ട് കണ്ട്. അപ്പം ഡോക്ടർ പറഞ്ഞു ചിലവർക്കിത് ഉണ്ടാകും, അത് പ്രസവം കഴിഞ്ഞിട്ട് നമുക്കത് സിസേറിയൻ ചെയ്ത് കളയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൃപാസനത്തിലെ അമ്മയുടെ ഒരു പത്രം കിട്ടി. അതിലൂടെ ഇതറിഞ്ഞു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി സ്വീകരിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത സ്കാനിങ്ങിൽ ഇത് കാണരുതെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്പലപ്പുഴയിൽ നിന്ന് എൻ്റെ മകളുമായി അമൃത ഹോസ്പിറ്റലിൽ സ്കാനിങ്ങിന് പോയി. 7ാം മാസത്തിലെ സ്കാനിങ്ങിൽ ഡോക്ടർ അത് കാണിച്ചു തന്നു. നേർച്ച വസ്തുക്കൾ ഇവിടെ ഉടമ്പടി സ്വീകരിച്ച് നേർച്ച വസ്തുക്കൾ തൈലം കൊടുക്കുകയും അമ്മയുടെ കാശ് രൂപം വയറിൽ വെച്ച് ഒഴിയുകയും ചെയ്യുമായിരുന്നു. പത്രം കുഞ്ഞിൻ്റെ ബെഡിൻ്റെ താഴെ വയ്ക്കുമായിരുന്നു ഉറങ്ങാൻ കിടക്കുമ്പോൾ. അങ്ങനെ 7ാം മാസത്തിലെ സ്കാനിങ്ങിൽ അത് അപ്രത്യക്ഷമായി. അങ്ങനെ ഞാൻ പറഞ്ഞു, അമ്മേ ഞങ്ങളിവിടെ വന്ന് ആ കുഞ്ഞിനെയും കൊണ്ട് വന്ന് സാക്ഷ്യം പറയാമെന്ന്. അങ്ങനെ ജൂൺ 14 കുഞ്ഞിന് 3 വയസ്സാകുകയാണ്. ഞാൻ സാറാമ്മ വർഗീസ് തിരുവല്ലയിൽ നിന്നും വരുന്നു. 2019 മെയ്യിലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2021 മെയ്യിൽ 3ാമത്തെ പുതുക്കൽ കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഈ മെയ് മാസത്തിൽ
മോളുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിച്ച് എനിക്ക് ജൂണിൽ അറിയണം അവൾ പ്രഗ്നൻ്റ് ആണെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചു. ജൂൺ 8-ാം തീയതി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ മോള് ഖത്തറിലാണ്. അവൾ വിളിച്ച് പറഞ്ഞു, മമ്മി ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്. 1 വർഷമായിട്ട് അവർ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 5.5 വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു. അതാണ് മാതാവ് തന്ന അത്ഭുതം. ആ കുഞ്ഞാണ് ഒരു ഖത്തറിൽ നിന്ന് വന്നതാണ്. അത് സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ നിന്നത്. പിന്നെ എനിക്ക് ഒത്തിരി ടെൻഷനും പ്രയാസങ്ങളും മാനസികമായ ബുദ്ധിമുട്ടുകളും ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അതൊക്കെ മാതാവ് ഒരു